അനുമോൾ, നിങ്ങക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന? ഇത് ഷോ അല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ജിഷിൻ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? മസ്താനി, കണ്ണുകൊണ്ട് നോക്കണ്ട, എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയ ദിവസം പറഞ്ഞിട്ട്. ഹലോ, ലാലേട്ടൻ ഇന്ന് പറഞ്ഞ സംഭവം ഈ പ്രൊമോ കാണിച്ച പോലെ 100% നീതി പുലർത്തിയ രീതിക്കാണ് ഇന്ന് ആ പ്രൊമോ കാണിച്ചതുപോലെ തന്നെയായിരുന്നു ഇന്ന് വീഡിയോയിൽ മോഡൽ കംപ്ലീറ്റ് പറഞ്ഞു. പഴയതുപോലെ വെട്ടലോ തിരുത്തലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അനുമോളുടെ കണ്ടന്റ് ഇല്ലായ്മയും ആ വൃത്തികെട്ട PR-ഉം എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു ഇന്ന് ലാലേട്ടൻ്റെ ഒരു സംഗതി വന്നത്. നാണമുണ്ടോ എന്ന രീതിയിലൊക്കെയാണ് അനുമോളോട് പച്ചയ്ക്ക് തന്നെ മോഡൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ കാണാത്തൊന്നും കാണിച്ചിട്ടുമില്ല. പിന്നെ അനുമോള് ആര്യനോട് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രണയ ജോഡി ഉണ്ടാക്കാൻ നോക്കിയത് ഇതിൽ അവൾക്ക് പറ്റിയ ആ ഒരു ആള് ആര്യൻ തന്നെയായിരുന്നുള്ളൂ. അതിൽ തന്നെ അതങ്ങ് ദിശയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ആര്യനാണെങ്കിൽ ഇവളെ ആ രീതിയിലൊന്നും കാണുകയും ചെയ്തില്ല. അപ്പോൾ അത് അനുമോളുടെ വായിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്, ക്രഷ് ഉണ്ടായിരുന്നെന്നൊക്കെ. പക്ഷെ അത് ആ ലവ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു അവളുടെ പ്ലാനിങ്. പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം എന്താക്കി, ജിഷേലിൻ്റെ ഇവരെ ഫ്രണ്ട്ഷിപ്പ് തീരെ ഇഷ്ടപ്പെടാതെ എന്ത് ചെയ്തു, മറ്റു അന്യരുടെ ഇതിലേക്ക് ഒളിഞ്ഞു നോക്കലും കാര്യങ്ങളൊക്കെ എന്താണ് അനുമോക്ക് അതുകൊണ്ട്. അതേപോലെ തന്നെ പച്ചയ്ക്ക് പുറത്തേക്ക് കിസ് ചെയ്തു, മറ്റു പലതും ചെയ്തു. എന്താണ് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ എന്നെല്ലാം പറഞ്ഞ് ടോട്ടലി അടിച്ചമർത്തേണ്ട രീതിയിൽ തന്നെയാണ് ഇത് അനുമോളുടെ ലീലാവിലാസങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു വെക്കാം. അതിനൊക്കെ തീർത്തും അതിനനുകൂലിച്ചവരെയും പ്രതികൂലിച്ചവരെയും അതേപോലെ പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ്സിനെ എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതിൽ. അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അത് കാണാൻ വേണ്ടി തന്നെയായിരുന്നു കാത്തിരുന്നതും. എന്തായാലും ഇപ്പോഴാണ് ബിഗ് ബോസിനോട് ആ ഒരു ഷോ ചെറിയൊരു ഇഷ്ടമെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടനോടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നാറിയ രീതിക്കായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു ഗെയിം അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇന്ന് അത്യാവശ്യം ബെറ്ററായിട്ടുള്ളൊരു കാര്യങ്ങൾ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഓക്കെ ആയി. പിന്നെ എല്ലാ 4 ചേരി തിരിഞ്ഞ് കളിക്കുന്ന ആൾക്കാരോടും പിന്നെ എല്ലാം TV സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു അവർക്കെതിരെ. ആകെ അക്ബർ മാത്രമായിരുന്നു ഈ സംഭവത്തിന് ആ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ച സീൻ റീക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനെതിർത്ത് ആകെ അക്ബർ മാത്രമേ എഴുന്നേറ്റ് പോയത്. അക്ബറിന് മാത്രം എന്തുകൊണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താക്കി മലയാളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. അതിനുശേഷമാണ് മറ്റുള്ള ടീംസിനോടൊക്കെ ചോദിക്കുന്നത്, മറ്റുള്ള വൈൽഡ് കാർഡ്സിനോടായാലും അതേപോലെ തന്നെ കണ്ടൻസിനോടായാലും കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും നിങ്ങളെന്ത് നാണം കെട്ട പരിപാടി ഞങ്ങൾ കാണിച്ച്. അപ്പോൾ എല്ലാവരും പതറി നിൽക്കുകയും അതേപോലെ തന്നെ മസ്താനി ആയിക്കോട്ടെ എല്ലാവരും ആകെ ഒന്നുമല്ലാതായ ഒരു നിമിഷം തന്നെയായിരുന്നു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ ആർക്കും ഒന്നുമില്ല. പക്ഷേ അനുമോളുടെ PR-ൻ്റെ ബലത്തിൽ തന്നെ അനുമോളുടെ കളി. ഞാൻ പറഞ്ഞതിൽ കള്ളമാണ്. അനുമോൾ കംപ്ലീറ്റ് കള്ളത്തിൽ തന്നെയാണ് കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതെന്ന് ബിഗ് ബോസിനെയും അതേപോലെ തന്നെ ലാലേട്ടനും ഒരു മൈൻഡ് പോലും വെക്കാതെ അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അനുമോൾക്ക് വെറും PR-ൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരൊറ്റ ബലത്തിൽ മാത്രമേ ആ ഒരു ഇതിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ജിഷനായാലും വെറും എന്താ പറയുക ചേട്ടനുണ്ട് അതിൽ പേഴ്സണൽ വിഷയം കാര്യങ്ങൾ എടുത്തിട്ടാണ്. ഇതിനൊക്കെ എന്തിനാ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത്? കഴിഞ്ഞ ഇതിലെ റിയാസ് സലീമിനെ പോലത്തെ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് വൈൽഡ് കാർഡ്. അതാണ് ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ ചുമ്മാ ഓരോന്ന് ഒരു ഷോയിൻ്റെ നിലവാരം കളയുന്ന ആൾക്കാരിപ്പോൾ വന്നു. ഇതൊക്കെയായാലും നടക്കട്ടെ. ഓക്കെ, കൂടുതൽ